ഹായ് മക്കളെ, ജെഇ മെയിൻ പരീക്ഷ അടുത്ത് വരികയാണ്. സോ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ജെഇ മെയിൻ അടുത്ത് വരുമ്പോൾ പലരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്, എത്ര പെർസെൻറ്റേജിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ എത്ര പെർസെൻറ്റേജിലുള്ള ആളുകൾക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ടെൻഷൻ, ഒരു ആശങ്ക നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NITകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നമുക്കറിയാം, IITകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് NITകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 32ഓളം NITകളുണ്ട്. ഈ 32ഓളം NITകളിലായിട്ട് ഏകദേശം 24,000ഓളം സീറ്റുകൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു NITയിൽ നിന്ന് നമ്മളൊരു പ്ലേസ്മെൻറ്റോട് കൂടി നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ബേസിക് എന്ന് പറയുന്നത് ശരിക്കും 10 lakh per annum മുകളിലാണ് പലപ്പോഴും. ഓക്കെ, അപ്പോൾ അത്രയും അട്രാക്റ്റീവായിട്ടുള്ള ബേസിക് സാലറി ഒക്കെയുള്ള NITകൾ പഠിക്കുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏതൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റിൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ NITകളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജെഇ മെയിനിന് NITകളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു NIT ആണെങ്കിലും അവിടെ ശരിക്കും 50-50 റേഷ്യോ ആണുള്ളത്. അതായത് 50% സീറ്റുകൾ ഹോം സ്റ്റേറ്റ്, അതേ സ്റ്റേറ്റുകാർക്കും ബാക്കി 50% അതർ സ്റ്റേറ്റിനും റിസർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് NIT നോക്കുകയാണെങ്കിൽ 50% സീറ്റുകൾ കേരളത്തിലുള്ള ആളുകൾക്കും 50% കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾക്കുമായിരിക്കും റിസർവ് ചെയ്തിട്ടുണ്ടാവാം. ഇനി അതിൽ തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ജെഇ മെയിൻ പരീക്ഷയ്ക്കൊരു 90%, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വെച്ചാണ് ഞാൻ പറയുന്നത്, ഏകദേശം ഒരു 90% പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജിനടുത്ത് മാർക്ക് സ്കോർ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ശരിക്കും ജെഇ അഡ്വാൻസിന് ക്വാളിഫൈ ചെയ്യാം. നമ്മൾ ഓർത്ത് വെക്കേണ്ട ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് 90%. കാരണം 90% അല്ലെങ്കിൽ അതിനടുത്തൊരു സ്കോറാണ് ജെഇ അഡ്വാൻസിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 90% എന്ന് പറയുമ്പോൾ ഒരു ഔട്ട് ഓഫ് 300 ഒരു 100 അല്ലെങ്കിൽ 110 മാർക്കൊക്കെയാണ് കഴിഞ്ഞ വർഷം വേണ്ടി വന്നിരുന്നത്. ഏകദേശം അതിനടുത്ത് തന്നെയായിരിക്കും ഈ വർഷം, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം ഓർത്ത് വെക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു NITയിൽ സീറ്റ് ഉറപ്പിക്കാൻ നമുക്ക് എത്ര പെർസെൻറ്റേജ് വേണം? ഒരു 97%. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 97% ജെഇ മെയിനിന് സ്കോർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് NITകളിൽ സീറ്റ് ഉറപ്പിക്കാം. അതും പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളൊരു സീറ്റോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കോഴ്സിനോ ബ്രാഞ്ചിനോ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം 97% ഉണ്ടെങ്കിൽ. അപ്പോൾ 97% എന്ന് പറയുമ്പോൾ ഏകദേശം 300-ൽ ഒരു 150 അടുത്ത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു NITയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് സ്കോർ ചെയ്യണം ജെഇ മെയിനിന്? മക്കളത് 99%. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഒരു പല ഫേസുകളിലായി നടന്ന പരീക്ഷകളുടെ കണക്ക് നമ്മൾ എടുക്കുമ്പോൾ 300-ൽ ഏകദേശം ഒരു 200-210 മാർക്കിനടുത്ത് സ്കോർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു 99% മാർക്ക് സ്കോർ നമുക്ക് കിട്ടുക. സോ 99 ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന NITയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബെസ്റ്റ് കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗറുകൾ നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കുക. 90% അത് ജെഇ അഡ്വാൻസ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ ഏകദേശം 90% വേണം. 97 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, NITകളിൽ ഒരു സീറ്റ് ഉറപ്പിക്കാം. 99 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബെസ്റ്റ് കോഴ്സിന് NITകളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇനി ഇതിപ്പോൾ ഞാനീ പറഞ്ഞ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. കാറ്റഗറി വൈസ് EWS, OBC, SC, ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജ് താഴേക്ക് വരും. ഇപ്പോൾ 97 വേണ്ടി വരില്ല, അതിന് താഴെയുള്ള പെർസെൻറ്റേജുകളായിരിക്കും. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഓരോ വർഷവും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഗംഭീരമായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.